ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നോട് പരിചയപ്പെടുത്തുന്ന ഒരു 5.1 ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഇത് വീട്ടിലേക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. കാരണം ഇതിൽ TDAയുടെ 2050 5 ചാനലും തോഷിബയുടെ 5200 ഒരു പെയർ വന്നിട്ട് സബിനുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ, കുറച്ച് റിച്ച് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോബുകൾ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു സെപ്പറേറ്റ് USB സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. USB പാനൽ വരുന്നത് ഇവിടെയാണ്. മാറ്റ് ബ്ലാക്ക് ആൻഡ് ഗ്ലോസി ബ്ലാക്ക് വരുന്ന ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഉള്ളിൽ നോക്കുകയാണെങ്കിൽ TDA 2050 ആണ് 5 ചാനൽ വരുന്നത്. ഇത് 5.1 പ്രോലോജിക്കിൻ്റെ ബോർഡാണ്. അതിൽ തന്നെ 5.1 DVD സെലക്ടറും അതിൽ തന്നെ വരുന്നുണ്ട്. മാസ്റ്റർ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഒരു കൺട്രോൾ പാനൽ വരുന്നുണ്ട്. ബാസ് ട്രബിൾ സബൊക്കെ എക്സ്ട്രാ വെച്ചിട്ടുള്ള ഒരു കൺട്രോൾ പാനൽ വരുന്നുണ്ട്. തോഷിബയുടെ 5200 1943 എന്നുള്ള ഒരു കോമ്പിനേഷൻ സബിനും TDAയുടെ 2050 5 ചാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 4 ആംപിയർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഒരു 10 ഇഞ്ച് സബും 8 ഇഞ്ചിന്റെ നോർമൽ സ്പീക്കറുകളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന 8 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചിന്റെ ഒക്കെ നോർമൽ സ്പീക്കറും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു 5.1 ആംപ്ലിഫയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആംപ് സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് സറൗണ്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ജസ്റ്റ് ഇതായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന്റെ സൗണ്ട് ആണ്. New Day by Jay Sunday. ഇതിന്റെ സറൗണ്ട് ഒന്ന് നോക്കാം. ഇനി സറൗണ്ടും ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും കൂടി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. Time by Pold. അപ്പോൾ സറൗണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സറൗണ്ടിൽ നമുക്ക് സൗണ്ടുകൾ മാത്രമാണ് എക്സ്ട്രാ കയറി വരുന്നത്. വോക്കൽ മാക്സിമം കട്ട് ചെയ്തിട്ട് എഫക്റ്റുകൾ മാത്രമാണ് സറൗണ്ടിൽ കയറി വരുന്നത്. ഇതിൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൽ നമുക്ക് മാക്സിമം മ്യൂസിക് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ സെൻറ്റർ പോർഷൻ ഉണ്ട്. സെൻറ്റർ പോർഷനിൽ വന്നിട്ട് നമുക്ക് വോക്കലാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ സബ് വൂഫർ സെക്ഷൻ ആണ് വരുന്നത്. പിന്നെ ഇതിൽ ഈ ഒരു ഓപ്ഷൻ DVD എന്നുള്ള കണക്ഷൻ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഓഡിയോ റഷിന്റെ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5.1 ഇൻപുട്ട് ഓഡിയോ റഷ് വഴി വർക്ക് ചെയ്യിക്കാനും ഈ ആംപ് സ്യൂട്ടബിൾ ആണ്. ഒരു മാസ്റ്റർ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ മൊത്തമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ എല്ലാ ഓപ്ഷനും ആഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.